മത്തിയും കുരുമുളകും കാന്താരിയൊക്കെ വെച്ച് നമുക്കിന്ന് വാഴര പൊള്ളിക്കുന്ന ഒരു ഐറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട്. വിളഞ്ഞു നോക്കി പറിച്ചെടുക്കാം. ഇനി നമുക്ക് കാന്താരിയുടെ പറിക്കാം. കുരുമുളകും കാന്താരിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. ഒരു 10-12 കൊച്ചുള്ളി അങ്ങോട്ട് എടുക്കുക. കുരുമുളകും കൂടെ അങ്ങോട്ട് അടത്തി അങ്ങോട്ട് ഇടുക. കുറച്ച് കാന്താരി ഇട്ട് ആ കാന്താരിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, പെരുജീരകം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ അരച്ചെടുക്കണം. വേണ്ട ഈ ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ നീരൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടൊന്ന് പുരട്ടിയെടുക്കണം. എല്ലാം കൂടി ഇട്ടൊന്ന് ഇനി ഒരു 10-15 മിനിറ്റ് ഒന്നിരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായി. നമ്മളെ വാഴയിലൊക്കെ വെട്ടി ചൂടാക്കിക്കൊണ്ട് വരികയായിരിക്കും. കുറേശ്ശെ മത്തി അങ്ങോട്ട് പരക്കി വെക്കുക. ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. ഒരു വാഴനാര് കൊണ്ട് തന്നെ നമുക്കൊന്ന് കെട്ടി വെക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി അടുത്തോടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പരക്കി വെക്കാം. ഈ ഗ്രേവിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം. ചോറും പൊതി അടുപ്പ് കത്തിച്ചതിന് ശേഷം നല്ല പാനൊന്നും എടുക്കണ്ട, ഒരു പഴയ പാൻ എടുത്താൽ മതി. പാൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് വെക്കാം. ഒന്ന് മൂടി ആ ഇതാണ്. നന്നായിട്ട് ആവി കയറിയ ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കൂടായി. ചെറിയ തീയിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ലക്ഷ്മി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടേ ഇത് നല്ലപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നിർത്താം. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതൊന്ന് തുറന്ന് കൊടുത്തു. നമ്മുടെ വാഴയില മത്തി പൊള്ളിച്ചത് പച്ച കുരുമുളകും കാന്താരിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വാഴയിലക്കകത്ത് വെച്ച് മത്തി പൊള്ളിച്ചിട്ട് പിന്നെ രുചിയാ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്.